ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതിന് പിന്നാലെ വലിയ വിവാദങ്ങളുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വേദിയിൽ സംസാരിക്കാൻ 3 പേർക്ക് മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതൊന്ന് നരേന്ദ്രമോദി, പിന്നീട് മുഖ്യമന്ത്രി വാസവൻ. ഈ 3 പേർക്കുമാണ് അവിടെ സംസാരിച്ചത്. പക്ഷെ ശശി തരൂർ പറയുന്നു കുറച്ചു പേർ കൂടുതൽ വേണമായിരുന്നു, പ്രതിപക്ഷത്തിന് പരിഗണന ലഭിച്ചില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രധാനമന്ത്രിക്ക് 45 മിനിറ്റ്, മുഖ്യമന്ത്രിക്ക് 5 മിനിറ്റ്, VN വാസവന് 3 മിനിറ്റ്. അദ്ദേഹം തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഇത് പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങാണ്. ശശി തരൂരിന് ഇത് കൃത്യമായിട്ട് ഇതൊക്കെ അറിയാം. പിന്നെന്തിനാ ഇതൊക്കെ പറയുന്നത്? ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അതിൻ്റെ കാര്യഗൗരവത്തോടുകൂടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. വിവരമില്ലാത്ത കോൺഗ്രസ്സുകാർക്കും ഒക്കെ പറഞ്ഞു കൊടുത്തു. അവർക്ക് തലയിൽ കയറുന്നില്ല. അത്രയൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന തരൂരിന് പ്രധാനമന്ത്രിയുടെ ചടങ്ങ്, പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലെ പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? എം വിൻസെന്റിനും ഒക്കെ പ്രസംഗിക്കാൻ സമയം കൊടുത്തുകൊണ്ടിരിക്കണം. ഇതെന്താ, ഇത് പഞ്ചായത്ത് തല മീറ്റിംഗ് ആണോ? വേദിയിൽ ആര്യ രാജേന്ദ്രനും റഹീമും ഉണ്ടായിരുന്നു, അവർക്ക് കൂടെ കൊടുക്കാൻ സമയം കൊടുക്കണമായിരുന്നു അല്ലേ? അപ്പോൾ അതാണ്. ഇനി തരൂരിന് കൊടുത്താലും ഉടനെ അവരും ആവശ്യപ്പെടും. റഹീമിന് കൊടുക്കേണ്ടതായിരുന്നു എന്തായാലും. കാരണം റഹീം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ അത് പ്രസംഗിച്ച് മോദിജിയെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തരൂരിനെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ കണ്ടു കിട്ടിയത് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കേ വരികയുള്ളൂ. ഒന്നുകിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരും. ഈ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ദൂരെയുള്ള സ്ത്രീ ഭക്തജനങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നു എന്നുള്ളതുപോലെയാണ് തരൂരും പൊങ്കാലയ്ക്ക് വരും. എന്തിനാണ്? മുന്നിൽ കയറി നിൽക്കാൻ. ഈ ഇതുണ്ടല്ലോ അവിടെ ആ അടുപ്പിൽ ഉണ്ടായ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ തലയും കഴുത്തും ഒക്കെ വെളിയിലോട്ടിട്ട് ഇങ്ങനെ നിൽക്കും. ആ ഷോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. ഇവിടെ പാവം പിടിച്ച ഒരു കരാർ തൊഴിലാളി ആമയിഴഞ്ചാം തോട്ടിൽ ശ്വാസം മുട്ടി മരിച്ചപ്പോൾ ലോകത്ത് എവിടെയോ ഇരുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അഭിവാദ്യം നടത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്ത് ചെയ്യാറുണ്ട് തരൂര്? തരൂർ ഇനി ഇപ്പോഴിനി തിരുവനന്തപുരത്തെ തിരിഞ്ഞു നോക്കത്തില്ല. കാര്യം എന്നറിയാമോ? ഇത് അവസാന മത്സരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനിയില്ല. വേറെ എന്തോ കാര്യങ്ങളൊക്കെ നീക്കുപോക്കൊക്കെ നടക്കുന്നുണ്ട്. അത് അങ്ങോട്ട് കൃത്യമായിട്ട് നമുക്ക് അങ്ങോട്ട് പറയാറായിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ഏകദേശ വിവരങ്ങളൊക്കെ കിട്ടിയാലേ നമുക്കത് പുറത്തുവിടാനും പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഒരു 3-4 തവണയായിട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടുള്ള പ്രസംഗമാണ് നടത്തുന്നത്. തരൂർ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ പങ്കുണ്ട്. കാരണം ഏറ്റവും അവസാനം ഈ കാശ്മീർ ആക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞത്, കോൺഗ്രസ് പറയുന്നത് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യണം, മോദിയെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ ഇപ്പോൾ സുരക്ഷാ വീഴ്ചയൊന്നുമല്ല, ഇപ്പോൾ രാജ്യമാണ് പ്രധാനമെന്നാണ് ശശി തരൂർ പറയുന്നത്. രാഹുൽ ഗാന്ധി എന്ത് പറയുമോ അതിന് വിപരീതമായാണ് ശശി തരൂരിൻ്റെ ഇപ്പോഴുള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ ഇങ്ങനെ തുടർച്ചയായിട്ട് വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഏതായാലും മത്സരിക്കുന്നില്ലല്ലോ. പിന്നെ 26-ൽ നിയമസഭയിലേക്ക് നോട്ടം ഒക്കെ ഇട്ടെങ്കിലും അതിനകത്ത് അതൊന്നും വരാനുള്ള സാധ്യത ആ വേദിയിൽ തന്നെ മറ്റൊരു ചർച്ചയുണ്ട്. അദ്ദേഹം ഈ കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ വിമർശിക്കുമ്പോഴും ആ വേദിയിൽ നരേന്ദ്രമോദി 2 പേർക്ക് മാത്രമേ കൈ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് രാജീവും ഒന്ന് ശശി തരൂരുമാണ്. അതെ. കാരണം ഇവരുമായിട്ട് നിരന്തരം കാണുകയൊക്കെ ചെയ്യുന്നവരാണ്. രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചത് തന്നെ എങ്ങനെയുണ്ട് അധ്യക്ഷ പദവി എന്നാണ് ചോദിച്ചത് അല്ലേ? രാജീവ് ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യമാണ് അവിടെ കൂടുതൽ പേർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് മന്ത്രി റിയാസിനെ പോലുള്ളവർക്ക്. റിയാസിന് അവിടെ ഇവർക്ക് പ്രസംഗിക്കാൻ കൊടുക്കാത്തതിലൊന്നും ഒരു പ്രതിഷേധവും ഇല്ലെന്നുള്ളതാണ്. CPM-കാർ ചോദിക്കുമോ വിൻസെന്റിനെ എന്തുകൊണ്ട് പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതൊക്കെ. അത് തരൂർ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ പങ്ക്, ഈ വിഴിഞ്ഞത്തിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പങ്കുണ്ട്. ആർക്കൊക്കെ പങ്കുണ്ട് ക്രെഡിറ്റ് എടുക്കാൻ? സർ CPയെ നോക്കിക്കഴിഞ്ഞാൽ CPക്ക് ഉണ്ട് പങ്ക്. കരുണാകരനെ മാറ്റി നിർത്തുന്നില്ല, MV രാഘവനെ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന ഏലിയാസ് ജോണ്, അദ്ദേഹത്തിന് പങ്കുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും അവസാനം അഹമ്മദ് ദേവർഗോവിൽ ഉൾപ്പെടെ വരുന്നു. കാരണം ഞാൻ 2.5 വർഷവും ഇവിടെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലേ, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരും പറയുന്നു. അതെ. ഇപ്പൊ ഈ പിണറായി വിജയനും ഇതിനകത്ത് പങ്കുണ്ട്.
ക്രെഡിറ്റ് അവകാശപ്പെടാം. അതൊക്കെ എത്ര ശതമാനമൊന്ന് മാറ്റി നിർത്താം. കാരണം ഇവർ വന്നതിന് ശേഷം ഇവർ പറയുക ഇതങ്ങ് തുടരുന്നില്ല, ഈ പദ്ധതി നമ്മളങ്ങ് നിർത്തിവെക്കുക എന്നുള്ള രീതിയിലായിരുന്നുവെങ്കിലോ കേന്ദ്രത്തിന് നല്ല പങ്കുണ്ട്. അപ്പം ഇതാ എവിടെ മുതൽ, പക്ഷേ ഇത് വെച്ച് താമസിപ്പിച്ചത് ആരാണ്? അവിടെയാണ് ചോദ്യം ഉയരേണ്ടത്. ഈ തരൂര് പ്രസംഗിക്കാൻ അവസരം കിട്ടില്ല എന്ന് പറഞ്ഞു. തരൂര് തിരുവനന്തപുരത്തിന് എന്ത് ചെയ്തു, തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് എടുത്തു കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഒരു കാര്യവുമില്ല. ഹൈമാക്സ് ലൈറ്റ് ഉണ്ടല്ലേ തിരുവനന്തപുരം നഗരത്തിലെ എല്ലായിടങ്ങളിലും. ശശി തരൂർ ഒരു എടുപ്പ് കുതിരയെ പോലെ ഇങ്ങനെ നിൽക്കുന്നു, അതുപോലെ ഹൈമാക്സ് ലൈറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അല്ലാതൊന്നും ഉണ്ടായിട്ടില്ല. 2009 അദ്ദേഹം മത്സരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ജയിച്ചു വരുമ്പോൾ തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും. ബാഴ്സലോണയുടെ പേരിൽ അന്നത്തെ മേയറായിരുന്ന കെ ചന്ദ്രികയുമായിട്ട് എന്തെല്ലാം ഗുസ്തി ഇവിടെ നടന്നെന്നറിയാം. ഇപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അന്ന് വലിയ വിഷയമായി നിന്ന കാര്യമാണ് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന്. ഇപ്പോൾ ആരെങ്കിലും ഹൈക്കോടതി ബെഞ്ചിനെ പറ്റി മിണ്ടുന്നുണ്ടോ? ഒരക്ഷരം പോലും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇദ്ദേഹം ചില ഈ നോട്ടീസുകൾ അടിച്ചിറക്കുമല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈക്കോടതി ബെഞ്ച്. ഇപ്പോൾ അതിനെപ്പറ്റി ഒരു ഉണ്ടാട്ടവും ഇല്ലെന്നുള്ളതാണ്. എന്ത് പറയാനാണ്? തിരുവനന്തപുരം നഗരത്തിന് ഇനി ഇപ്പം ഞാൻ ചോദിച്ചിട്ട്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്തിന് വികസനം ഉണ്ടാകാൻ പോവുകയാണ്. അത് ഞാൻ ജയിച്ചാലും തോറ്റാലും. അദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കൂടുതൽ സമയവും തിരുവനന്തപുരത്ത് തന്നെയുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. തിരുവനന്തപുരത്തിന് അതിൻ്റേതായ നേട്ടം ഉണ്ടാകുമെന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം BJPക്ക് അനുകൂലമായിട്ട് പലതവണയും മാറിയിട്ടുള്ളതാണ്. അത് അവർക്ക് പിടിച്ചെടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിനേക്കാൾ മുമ്പ് തിരുവനന്തപുരമാണ് ഇവരുടെ കൈകളിൽ എത്തേണ്ടിയിരുന്നത്. ഇത്തവണ വന്നപ്പോൾ ശക്തമായ മത്സരമല്ലേ, 15,000 വോട്ടിന് മാത്രമാണല്ലോ രാജീവ് തോറ്റത്. കാരണം 2014 മുതൽ ഇവിടെ രണ്ടാം സ്ഥാനത്താണ്. ഒരു സമയത്ത് രാജഗോപാൽ വിജയിച്ചു എന്നും പറഞ്ഞ് കൊടിതോരണങ്ങളും ഒക്കെ ആയിട്ട് പുറപ്പെട്ടതല്ലേ വിജയാഹ്ലാദവുമായിട്ട്. പിന്നെ തീരദേശത്തെ വോട്ടെണ്ണിയപ്പോഴാണ് മാറിയത്. അതിനുശേഷമാണ് ഈ തീരദേശം BJPക്ക് ഇങ്ങനെ ഒരു മുൾമുനയിൽ നിർത്തുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ തന്നെ തുടക്കത്തിൽ മുതൽ അങ്ങ് ലീഡിങ് അല്ലായിരുന്നു. അവസാനമാണ് തീരദേശം എണ്ണുന്നത്. തീരദേശം എണ്ണിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങളങ്ങ് മാറുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ആ പ്രദേശങ്ങളിലേക്കൊക്കെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ ഇവർ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ BJPക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സാറിപ്പോൾ തീരദേശത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തീരദേശത്തെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം തന്നെ വലിയ രീതിയിൽ മാറും. അപ്പോൾ അത് BJPക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് വേണ്ട തരത്തിൽ ഇവരിതിനെ തിരുവനന്തപുരത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ അങ്ങ് മാറുകയല്ലേ ഇതിലൂടെ ഉണ്ടാകുന്നത്. ഇനി ഇതിനനുബന്ധമായിട്ട് നിരവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാനുണ്ട്. ഇതൊന്നും തുടങ്ങിയിട്ടുമില്ല, എങ്ങും എത്തിയിട്ടുമില്ലെന്നുള്ളതാണ്. അല്ല, ഇപ്പം കേരളത്തിൽ എന്ത് കേന്ദ്ര പദ്ധതികൾ വന്നാലും അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ പിണറായിയുടെ ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ മോദിയുടെ വരവോടുകൂടി തന്നെ വിഴിഞ്ഞത്തെ പദ്ധതി ആരാണ് നടപ്പിലാക്കിയതെന്ന് വ്യക്തത തോന്നിയിട്ടുണ്ട്. ആരാണ് മോദിയുടെ വിഴിഞ്ഞത്തിന്റെ ഉത്തരവാദികൾ എന്നുള്ളത് കൃത്യമായ ചിത്രം ലഭിക്കുകയും ചെയ്തു ജനത്തിനെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.